എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും ക്യാരറ്റും ചേർന്നുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ്. ഈ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3-4 മണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടിയത് പഞ്ചസാരയാണ്. 10 ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലക്കയാണ്. 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടി എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. 2 ക്യാരറ്റ് ചെറിയ പീസാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ 1.5 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള നട്ട്സ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. ഇനി ബേസിൽ സീഡ്സ് അഥവാ കസ്കസ് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് വെള്ളത്തിൽ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി പാൽക്കട്ടി എടുക്കാം, ഇല്ലെങ്കിൽ ഐസ്ക്രീം എടുക്കാം നമുക്ക് 1 സ്കൂപ്പ്. ഇനി 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ഈ ഗോതമ്പ്, 1 കപ്പ് ഗോതമ്പ് നമുക്ക് 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത നുറുക്ക് ഗോതമ്പ് നമുക്ക് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത് കിട്ടുന്ന ബാലൻസ് നമുക്ക് വീണ്ടും 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്നും കൂടെ അരച്ചെടുക്കാം. അങ്ങനെ ടോട്ടൽ ഈ അരച്ചെടുത്തത് വീണ്ടും അരിക്കണം. നമ്മളങ്ങനെ ടോട്ടൽ 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഗ്ലാസ് പാല് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ പാലിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് പാല് 1/2 ഗ്ലാസ് പാല് നമ്മൾ മാറ്റി വെക്കണം. ബാക്കി 1 ഗ്ലാസ് പാലിലേക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നമുക്ക് ആഡ് ചെയ്ത് 10-12 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കാം. അതിനായി 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ക്യാരറ്റും 2 ക്യാരറ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ല രീതിയിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറിക്കിട്ടും. നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ തരും ഈ ക്യാരറ്റ്. ഇനി ആ കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റും 8 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും പിന്നെ നമുക്ക് നട്ട്സിൽ നിന്നും കുറച്ചെടുക്കാം. ഇനി വേണ്ടിയത് മിൽക്ക് മെയ്ഡ്. ഞാൻ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ഇട്ടു. പിന്നെ പാൽക്കട്ടി. ഇത്രയുമായി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതായത് ക്യാരറ്റും 8 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും നട്ട്സും മിൽക്ക് മെയ്ഡും പാൽക്കട്ടിയും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പും പാലും നല്ല രീതിയിൽ അവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ തണുത്ത നുറുക്ക് ഗോതമ്പും പാലും നമുക്ക് നേരത്തെ മാറ്റിവെച്ച 1/2 ഗ്ലാസ് പാലുമായി നല്ല രീതിയിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മിക്സി ഞാൻ നേരത്തെ ക്യാരറ്റ് അരച്ചെടുത്ത അതേ മിക്സി തന്നെയാണ്. നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും. കണ്ടോ, നല്ല രീതിയിലൊന്ന് ഈ ടെക്സ്ചറാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ പാല് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം പാല് ചേർക്കുക. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ ആ മിക്സ്ചറും കൂടെ ചേർക്കാം. വളരെ ടേസ്റ്റിയാണ്. ക്യാരറ്റിൻ്റെ പച്ച കുത്തുന്ന മണം ഒന്നും കാണില്ല. ഇതേപോലെ ഞാൻ ബീട്രൂട്ടിൻ്റെയും മിൽക്ക് ഷേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കാണണേ. നമുക്കിനി ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.